ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹൃദയം എന്ന ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ 1-2 തവണയായിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന LGSന് അതുപോലുള്ള എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ബാക്കി ഭാഗം ഇന്ന് മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ എഡ്രിയൽ നോഡാണ്. വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്നത് മയോകാർഡിയം. എന്താണ് മയോകാർഡിയം? വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്നതാണ് മയോകാർഡിയം. ഹൃദയ അറകളുടെ സങ്കോചം അറിയപ്പെടുന്നത് സിസ്റ്റോളി. പ്രീവിയസ് ആണ്. ഹൃദയ അറകളുടെ സങ്കോചം അറിയപ്പെടുന്നത് എന്താണ്? സിസ്റ്റോളി. ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ അറിയപ്പെടുന്നത് ഡയസ്റ്റോളി. ഒരു സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. എന്താണ് ഹൃദയസ്പന്ദനം? ഒരു സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. പ്രീവിയസ് ആണ്. സാധാരണ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ ശരാശരി 72 തവണ. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഗർഭസ്ഥ ശിശുവിൽ ആദ്യമായി ഉണ്ടാകുന്ന അവയവമാണ് ഹൃദയം. മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോൾ. എത്രയാണ്? 22 ദിവസം പ്രായമാകുമ്പോഴാണ് മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത്. പ്രീവിയസ് ആണ്. ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലിനാക്. പ്രീവിയസ് ആണ്. ഹൃദയം ഒരു തവണ സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് 70 മില്ലി. പ്രീവിയസ് ആണ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ധമനി ഭിത്തിയിൽ അനുഭവപ്പെടുന്ന തരംഗചലനം അറിയപ്പെടുന്നത് പൾസ്. പൾസ് എന്താണ്? ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ധമനി ഭിത്തിയിൽ അനുഭവപ്പെടുന്ന തരംഗചലനമാണ് പൾസ് എന്ന് അറിയപ്പെടുന്നത്. എഡ്രിയങ്ങൾക്കും വെൻട്രിക്കിളുകൾക്കും ഇടയിലുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്നത് കാസ്പീഡ് വാൽവുകൾ. എന്താണ് കാസ്പീഡ് വാൽവുകൾ? ഇടത് എൻട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവാണ് ബൈക്കസ്പീഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. വലത് എൻട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവാണ് ട്രൈക്കസ്പീഡ് വാൽവ്. ഇടത് എൻട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്ക് രക്തം പ്രവേശിക്കാൻ സഹായിക്കുന്ന വാൽവാണ് ബൈക്കസ്പീഡ് വാൽവ്. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ഇടത് എൻട്രിയത്തിലേക്ക് രക്തം തിരികെ പ്രവേശിക്കാതെ തടയുന്ന വാൽവാണ് ബൈക്കസ്പീഡ് വാൽവ്. രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുള്ള രക്ത ഒഴുക്ക് തടയുന്ന വാൽവാണ് സെമിലൂണാർ വാൽവ്. എന്താണ് സെമിലൂണാർ വാൽവ്? രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുള്ള രക്ത ഒഴുക്ക് തടയുന്ന വാൽവാണ് സെമിലൂണാർ വാൽവ്. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് റുമാറ്റിക് ഫീവർ. എന്താണ് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്? വാതപ്പനിയാണ്. ഓക്കെ. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദന എന്താണ്? ആഞ്ചിന പെക്ടോറിസ്. ആഞ്ചിന പെക്ടോറിസ് ആണ് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദന. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG. എന്താണ് ECG? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ECG. ECGയുടെ ഫുൾ ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം? ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വില്യം ഐന്തോവൻ ആണ് ECG കണ്ടെത്തിയത്. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ജാർവിക് 7 കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി
റോബർട്ട് ജാർവിക് ആണ്. ആരാണ്? റോബർട്ട് ജാർവിക്. കാർഡിയാക് പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കാർഡിയാക് പേസ് മേക്കർ കണ്ടെത്തിയത്. എന്താണ് ഈ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് പേസ് മേക്കർ എന്ന് ചോദിച്ചാൽ എന്താണ്? ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. ഓക്കെ. പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, ഹൃദയത്തിൻ്റെ വികാസ സമയത്ത് സ്തരങ്ങൾക്ക് ഇടയിലുള്ള ഘർഷണം ഇല്ലാതാക്കുക, ഇവയൊക്കെയാണ് പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. എത്രയാണ്? 4. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. 2 ഓറിക്കിൾ ഓർ എഡ്രിയൽ, 2 വെൻട്രിക്കിൾ. ഓക്കെ. മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ 2 അറകൾ അറിയപ്പെടുന്നത് ഏഡ്രിയൽ അല്ലെങ്കിൽ ഓറിക്കിൾ എന്നാണ്. ഏഡ്രിയൽ അല്ലെങ്കിൽ ഓറിക്കിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യ ഹൃദയത്തിൻ്റെ മുകളിലത്തെ 2 അറകൾ അറിയപ്പെടുന്നത്. മനുഷ്യ ഹൃദയത്തിലെ താഴെ 2 അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിൾ. എന്താണ്? വെൻട്രിക്കിൾ. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി. ഹൃദയത്തിൻ്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്നത് സൈനോ ഏഡ്രിയൽ നോഡ്. എന്താണ്? സൈനോ ഏഡ്രിയൽ നോഡാണ് ഹൃദയത്തിൻ്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്നത്. SA നോഡ്. ഓക്കെ. ഇനി ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെല്ലാം. ഓക്കെ. ലോകത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ആര്? ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡാണ്. 1967 ഡിസംബർ 3 ഹോസ്പിറ്റൽ ഏതാണ്? ഗ്രൂട്ട് ഷോർ ഹോസ്പിറ്റൽ, സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ. ഗ്രൂട്ട് ഷോർ ഹോസ്പിറ്റൽ എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ ആണ്. ആരാണ്? ഡോക്ടർ വേണുഗോപാലാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. 1994 ഓഗസ്റ്റ് 3 ഓക്കെ. ഹോസ്പിറ്റൽ AIIMS ന്യൂഡൽഹിയാണ്. AIIMS ന്യൂഡൽഹി. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരം. ആരാണ്? ജോസ് ചാക്കോ പെരിയപുരമാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. എപ്പോഴാണ്? 2003 മെയ് 13. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എറണാകുളം. എവിടെയാണ്? എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, 2003 മെയ് 13. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഹൃദയം എന്ന ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി വരുന്ന എക്സാമിന് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.